ഹലോ, സെക്ഷൻ 2.6 പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് t from x to y be a linear operator. Show that the image of a subspace V of x is a vector space, and so is the inverse image of a subspace W of y. എക്സിൻ്റെ ഒരു സബ്സ്പേസ് വി എടുക്കുന്നു, അതിൻ്റെ ഇമേജ് ടി ഓഫ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വൈ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ലീനിയർ ഓപ്പറേറ്റർ ആണ് ടി. എക്സിൻ്റെ ഒരു സബ്സ്പേസ് വി നമ്മൾ എടുക്കുന്നു. ലെറ്റ് വി സബ്സെറ്റ് ഓഫ് എക്സ് ബി എ സബ്സ്പേസ് ഓഫ് എക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വിയുടെ ഇമേജ്, അതായത് ടി ഓഫ് വി ഈസ് എ സബ്സ്പേസ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈസ് എ വെക്റ്റർ സ്പേസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ദാറ്റ് ടി ഓഫ് വി ഈസ് എ വെക്റ്റർ സ്പേസ്. ടി ഓഫ് വി സബ്സെറ്റ് ഓഫ് വൈ ആണ്. ലീനിയർ ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് വൈ ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ടി ഓഫ് വി ഒരു സബ്സ്പേസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. We know that T of V is a subset of Y, where Y is a vector space since T is linear. So it is enough to show that T of V is a subspace of Y. ഒരു സെറ്റ് സബ്സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫോർ എനി ടു വെക്ടേഴ്സ് x1 ആൻഡ് x2 ആൻഡ് ഫോർ എനി ടു സ്കേലേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ വി ഹാവ് ടു ഷോ ദാറ്റ് ദ ലീനിയർ കോമ്പിനേഷൻ മസ്റ്റ് ബി ഇൻ ടി ഓഫ് വി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടി ഓഫ് വിയിലെ രണ്ട് വെക്ടേഴ്സ് എടുക്കുന്നു. y1 ആൻഡ് y2 ബിലോങ്സ് ടു ടി ഓഫ് വി. രണ്ട് സ്കേലേഴ്സ് നമ്മൾ ആൽഫ ബീറ്റ എടുക്കണം. ഇനി y1 ആൻഡ് y2 ബിലോങ്സ് ടു ടി ഓഫ് വി ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമുക്ക് വിയിൽ രണ്ട് എലമെൻറ്റ്സ്, ഇവയുടെ പ്രീ ഇമേജസ് x1 ആൻഡ് x2 ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ടി ഓഫ് x1 ഈക്വൽ ടു y1 ആൻഡ് ടി ഓഫ് x2 ഈക്വൽ ടു y2. അങ്ങനെ രണ്ട് എലമെൻറ്റ്സ് വിയിൽ ഉണ്ടായിരിക്കും. വി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ് എന്നാണ്. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് എടുത്താൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും വിയിൽ തന്നെ ഉണ്ടായിരിക്കണം. സോ ഫോർ എനി ടു സ്കേലേഴ്സ് ആൽഫ കോമ ബീറ്റ, ആൽഫ x1 പ്ലസ് ബീറ്റ x2 belongs to V since V is a subspace of X. അങ്ങനെ ആൽഫ x1 ബീറ്റ x2 ആൽഫ x1 പ്ലസ് ബീറ്റ x2 വിയിലുണ്ട് എങ്കിൽ അതിൻ്റെ ഇമേജ് ടി ഓഫ് വിയിൽ ഉണ്ടായിരിക്കണം. Therefore ടി ഓഫ് ആൽഫ x1 പ്ലസ് ബീറ്റ x2 belongs to ടി ഓഫ് വി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ടി x1 പ്ലസ് ബീറ്റ ഇൻറ്റു ടി x2 belongs to ടി ഓഫ് വി സിൻസ് ടി ഈസ് ലീനിയർ. നൗ ടി x1 ഈക്വൽ ടു y1 ആണ്, ടി x2 ഈക്വൽ ടു y2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആൽഫ y1 പ്ലസ് ബീറ്റ y2 ബിലോങ്സ് ടു ടി വി എന്ന് കിട്ടും. അപ്പം ടി വിയിലെ ആർബിട്രറി ആയിട്ട് രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. For any two scalars alpha and beta, alpha y1 plus beta y2 belongs to T of V എന്ന് പ്രൂവ് ചെയ്തു. Therefore T of V is a vector space. ഇനി നെക്സ്റ്റ് പാർട്ട്, അതായത് വൈയുടെ ഒരു സബ്സ്പേസ് W എടുക്കുന്നു. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ്, അതായത് T ഇൻവേഴ്സ് W, അത് ഒരു സബ്സ്പേസ് ഓഫ് X ആണ് എന്ന് പ്രൂവ് ചെയ്യണം. Suppose that W is a subspace of Y. We have to prove that T inverse W is a subspace of X. തൊട്ട് മുമ്പ് ചെയ്തതുപോലെ T inverse Wയിലെ ആർബിട്രറി ആയിട്ട് രണ്ട് വെക്റ്റേഴ്സ് x1 ആൻഡ് x2 ബിലോങ്സ് ടു T inverse W എടുക്കുന്നു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഫോർ എനി ടു സ്കേലേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ, ആൽഫ x1 പ്ലസ് ബീറ്റ x2 ബിലോങ്സ് ടു ടി ഇൻവേഴ്സ് W എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി x1 x2 ബിലോങ്സ് ടു ടി ഇൻവേഴ്സ് W ആണെങ്കിൽ ടി x1 ടി x2 ബിലോങ്സ് ടു W ആയിരിക്കും. ടി x1 y1 എന്നും ടി x2 y2 എന്നും വിളിക്കുക.
അപ്പോൾ ഫോർ എനി ടു ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു W ഈസ് എ സബ്സ്പേസ് ഓഫ് Y എന്ന്. അപ്പോൾ ഫോർ എനി ടു വെക്ടേഴ്സ് y1 ആൻഡ് y2 ആൻഡ് ഫോർ എനി ടു സ്കെയിലേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ വി ഹാവ് ആൽഫ y1 പ്ലസ് ബീറ്റ y2 ബിലോങ്സ് ടു W സിൻസ് W ഈസ് എ സബ്സ്പേസ് ഓഫ് Y. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലീനിയാരിറ്റി y1 എന്ന് പറയുന്നത് tx1 ആണ്, y2 എന്ന് പറയുന്നത് tx2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടി ഓഫ് ആൽഫ x1 പ്ലസ് ബീറ്റ x2 ബിലോങ്സ് ടു W എന്ന് കിട്ടുന്നു. ദിസ് മീൻസ് ദാറ്റ് ആൽഫ x1 പ്ലസ് ബീറ്റ x2 ബിലോങ്സ് ടു ടി ഇൻവേഴ്സ് W. അപ്പോൾ ആർബിട്രറി ആയിട്ട് ടി ഇൻവേഴ്സ് ഡബ്ല്യൂയിലെ രണ്ട് വെക്ടേഴ്സ് എടുത്തു, ആർബിട്രറി ആയിട്ട് രണ്ട് സ്കെയിലേഴ്സ് എടുത്തു, അതിൻ്റെ കോമ്പിനേഷൻ ആൽഫ x1 പ്ലസ് ബീറ്റ x2 ബിലോങ്സ് ടു ടി ഇൻവേഴ്സ് ഡബ്ല്യു ആണ് എന്ന് പ്രൂവ് ചെയ്തു. ദർഫോർ ടി ഇൻവേഴ്സ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് എക്സ്. ഇതായിരുന്നു പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ലെറ്റ് എക്സ് ബി ദ വെക്ടർ സ്പേസ് ഓഫ് ഓൾ കോംപ്ലക്സ് 2x2 മെട്രീസസ്. അപ്പോൾ എക്സ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രീസസ് ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഡിഫൈൻ ടി ഫ്രം എക്സ് ടു എക്സ് ബൈ tx is equal to bx, where b belongs to capital X is fixed and bx denotes the usual product of matrices. നമ്മൾ ഒരു 2x2 മെട്രിക്സ് ബി ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ആർബിട്രറി വെക്റ്റർ എക്സിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ബി ആണ്. ഷോ ദാറ്റ് ടി ഈസ് ലീനിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വാട്ട് കണ്ടീഷൻ ഡസ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ്? അപ്പോൾ നമുക്ക് ആദ്യം ടി ലീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ടി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി എക്സ് ഇസ് ഈക്വൽ ടു ബി എക്സ് എന്നാണ്, വേർ ബി ഈസ് എ 2x2 ഫിക്സഡ് മെട്രിക്സ്. നമ്മൾ ആർബിട്രറി ആയിട്ട് എക്സിലെ രണ്ട് എലമെൻറ്റ്സ് എക്സ് കോമ വൈ എടുക്കുന്നു, ആർബിട്രറി ആയിട്ട് രണ്ട് സ്കെയിലേഴ്സ് ആൽഫ ബീറ്റ എടുക്കുന്നു. ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ടി ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ബി ആൽഫ എക്സ് പ്ലസ് ബി beta y. Since matrix multiplication is distributive, ആൽഫയും ബീറ്റയും കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. ഈക്വൽ ടു ആൽഫ ബി എക്സ് പ്ലസ് ബീറ്റ ബി വൈ. ഇതിൽ ബി എക്സ് എന്ന് പറയുന്നത് ടി എക്സ് ആണ്, ബി വൈ എന്ന് പറയുന്നത് ടി വൈ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെർഫോർ ടി ഈസ് ലീനിയർ. ഇനി എപ്പോഴാണ് ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ടി ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ടിയുടെ റേഞ്ച് സെറ്റ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എക്സിൽ ഏത് ഭാഗത്താണ് ഇത് ഓൺ ടു ആകുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ T11 ആകുന്നത് എപ്പോഴാണ്? ആ കണ്ടീഷനിലായിരിക്കും ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പം T1 ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം Tx1 ഈക്വൽ ടു Tx2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. Tx1 equal to Tx2 implies by definition Bx1 equal to Bx2. ഇതിൽ നിന്ന് x1 equal to x2 എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ബി ഇൻവേഴ്സ് ചെയ്യണം. അതായത് ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ടി ഒരു 1-to-1 ഫംഗ്ഷൻ ആവുകയുള്ളൂ. അപ്പോൾ Tx1 is equal to Tx2 implies x1 equal to x2 if B inverse exists. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, അതായത് എപ്പോഴാണ് ടി ഓൺ ടു ആകുന്നത്? ഞാൻ എക്സിലെ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് വൈ എടുക്കുന്നു. ഈ വൈയുടെ പ്രീ ഇമേജ് നമ്മൾ എക്സിലെ തന്നെ ബി ഇൻവേഴ്സ് വൈ എന്നൊരു എലമെന്റ് എടുത്താൽ ബി ഇൻവേഴ്സ് വൈയുടെ ഇമേജ് അണ്ടർ ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ബി ഇൻറ്റു ബി ഇൻവേഴ്സ് വൈ ആയിരിക്കും. ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഐഡന്റിറ്റി മെട്രിക്സ് ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അതായത് വൈയുടെ പ്രീ ഇമേജ് ബി ഇൻവേഴ്സ് വൈ ആണ്. ഈ ബി ഇൻവേഴ്സ് വൈ എക്സിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഇഫ് ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് then each element y in X has a pre-image.
ഇനി ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിറ്റർമിനന്റ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് ബി നോൺ സിംഗുലാർ ആകുമ്പോൾ. അപ്പൊ നമുക്ക് പറയാം T is on to only if B is non-singular. Already പറഞ്ഞു B is 1-to-1 only if B inverse exists. That is if B is non-singular. Thus T inverse exists only if B is non-singular. Thank you.